നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ചില BJP നേതാക്കൾ നടത്തിയ മതനിന്ദാ പരാമർശത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രതിഷേധം അലയടിക്കുകയുണ്ടായി. പ്രവാസികളുടെ ഇടയിൽ നിന്ന് പോലും ഇക്കാര്യത്തിൽ കൂട്ടമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന അറബ് രാജ്യങ്ങളിൽ നിന്ന് പോലും അപ്രതീക്ഷിത എതിർപ്പുകൾ ഉയർന്നതോടെ കേന്ദ്ര സർക്കാർ കടുത്ത സമ്മർദ്ദമാണ് നേരിട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഇരമ്പുന്ന സമയത്ത് ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഗൾഫ് രാഷ്ട്രമായ UAE-യിലേക്ക് സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ജർമ്മനിയിലേക്കുള്ള യാത്രക്കിടെയാകും പ്രധാനമന്ത്രി UAE-യിൽ എത്തുക. ഈ മാസം അവസാനം അദ്ദേഹം UAE സന്ദർശനം നടത്തുമെന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങൾ അറിയിച്ചത്. UAE-യുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് സന്ദർശനം സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സന്ദർശനം പ്രവാസികൾക്കും വലിയ ആശ്വാസമേകും. അറബ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ഒരു നടപടിയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശാസ്യമല്ല. കാരണം രാജ്യ പുരോഗതിക്ക് ഗൾഫ് മേഖലയുടെ പ്രാധാന്യം അത്രയും വലുതാണ്. പ്രധാനമായും ഇന്ധനം, വ്യാപാരം, പ്രവാസികളിലൂടെയുള്ള വിദേശ നാണ്യം എന്നീ മേഖലകളിൽ ഗൾഫ് മേഖലയുടെ സംഭാവന വളരെ വലുതാണ്. ഇത്തരമൊരു വിഷയം ഉയർന്നു വരുമ്പോൾ ഇതെല്ലാം സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട്. ഈയൊരു ലക്ഷ്യവും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നിലുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, സ്വതന്ത്ര വ്യാപാര കരാർ അതായത് FTA ഒപ്പുവെച്ചതിനാൽ ഈ വർഷം ഇരു രാജ്യങ്ങൾക്കും സുപ്രധാനമാണ്. ഇന്ത്യയുമായി ഇതുവരെ FTA ഒപ്പുവെച്ച ഒരേ ഒരു രാജ്യമാണ് UAE. ഈ വർഷം ഒപ്പുവെച്ച FTA കരാർ നിക്ഷേപം, ബഹിരാകാശം, ഊർജ ഇടപാടുകൾ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. 2019 ഓഗസ്റ്റിലായിരുന്നു പ്രധാനമന്ത്രി അവസാനമായി UAE സന്ദർശിച്ചത്. അന്ന് അദ്ദേഹത്തെ UAE-യുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി. UAE-യിൽ റുപേ കാർഡ് ഔദ്യോഗികമായി പുറത്തിറക്കുന്നതിനും മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്ന ഒരു കൂട്ടം സ്റ്റാമ്പുകളുടെ പ്രകാശനത്തിനും പ്രധാനമന്ത്രി അന്ന് സാക്ഷ്യം വഹിച്ചു. 2015-ലും 2018-ലും പ്രധാനമന്ത്രി UAE സന്ദർശിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.